Yeah. ഹായ് ഗായ്സ്, അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു വെൽക്കം. ഇന്ന് ഞങ്ങൾ ടൗണിലോട്ടൊന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഒന്ന് കറങ്ങാനായിട്ടൊന്ന് ടൗണിലോട്ട് ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഞാനുണ്ട്, അയിൻ ബേബി ഉണ്ട്, ഉമ്മയുണ്ട്, സൽമ ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. ഞങ്ങളുടെ ഉമ്മയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞങ്ങളിപ്പോൾ കേൾക്കാൻ പോവാണ്. ഞങ്ങൾ പുറത്തു പോവുകയാണ്. എന്തിന്? Shopping. ഷോപ്പിംഗ്. We're going shopping. ഞങ്ങളിപ്പോൾ പോകുന്നത് ഓട്ടോ സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്ന് ഒരു ഓട്ടോ സെറ്റാക്കി ഞങ്ങളുടെ ഫസ്റ്റത്തെ ഞങ്ങൾ മഹേശ്വരിയിലൊന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കോടതി ആ ഭാഗത്തൊക്കെ മുല്ലക്കച്ചെറുപ്പല്ലേ, 16-ാം തീയതി തുടങ്ങല്ലേ, അപ്പോഴത്തേക്ക് കുറേ സാധനങ്ങളൊക്കെ വന്നു തുടങ്ങി. സ്റ്റോളൊക്കെ വന്നു, ബലൂണൊക്കെ കണ്ടു. എൻ്റെ മോള് ബലൂൺ കണ്ടു. ഇനി അത് വാങ്ങിച്ചു കൊടുക്കാതെ രക്ഷയില്ല ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മഹേശ്വരിയിൽ പോയി. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഡിസംബർ 16-ാം തീയതി. അപ്പം ഞങ്ങളുടെ 6ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഒരു ഷർട്ട് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ മഹേശ്വരിയിൽ പോയി. അതിനകത്ത് ഗ്രീൻ കളർ ഇഷ്ടപ്പെട്ടു, അത് ഞങ്ങൾ സെലക്ട് ചെയ്ത് അങ്ങനെ എന്തായാലും ഒരു കടയിൽ കയറിയതല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി. അങ്ങനെ ബില്ല് വരാനായിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു, പുതിയ കളക്ഷൻസോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു, താഴത്തോട്ട് വന്നു. ഉമ്മയും അയിൻ ബേബിയും താഴെ വെയിറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നോക്കി. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്, വലിയ അഫോർഡബിൾ റേറ്റ് ഒക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കി. അയിൻ ബേബിക്കാണെങ്കിൽ പിങ്ക് കളർ, എല്ലാം പിങ്ക് കളർ വേണം. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു പിങ്ക് പെട്ടെന്ന് അഴുക്കാകുന്ന കളറാണെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് എവിടെ മനസ്സിലാകാം. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞ് ഒരു ചുവപ്പ് ചെരുപ്പ് അവളെ കൊണ്ട് ഇടിപ്പിച്ചു. ഒരു സ്ലിപ്പർ, വീട്ടിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്ലിപ്പർ ഞങ്ങൾ ഒപ്പിച്ച് അതൊക്കെ കഴിഞ്ഞ് ബസ്സൊക്കെ കൊടുത്ത് ഇറങ്ങാൻ നേരത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇതാ കിടക്കുന്ന വള, മാല, പിന്നെ ഹെയർ ബാൻഡ്, അങ്ങനത്തെ കുറച്ച് ആക്സസറീസ്. അതൊക്കെ കണ്ടാൽ എൻ്റെ മോൾക്ക് ഭയങ്കര ക്രൈസായി എന്തെങ്കിലുമൊക്കെ എടുക്കണം. അവിടെയും ചെന്നിട്ട് പിങ്ക് കളർ തന്നെയാണ് ഓരോന്നും എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവൾക്ക് വേണ്ടി കുറച്ച് ഹെയർ ബാൻഡും ഹെയർ ക്ലിപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് സെറ്റ് ചെയ്ത് അങ്ങനെ അവിടുന്ന് അങ്ങനെ ഇറങ്ങി. എന്നിട്ട് ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് പോകാം. അടുത്ത് ഞങ്ങൾ പോയത് SM-ലോട്ടാട്ടോ. അവിടെ എപ്പോൾ ചെന്നാലും തിരക്കാം. പിന്നെ നോമ്പ് ലാസ്റ്റ്, പെരുന്നാൾ, പിന്നെ നമ്മുടെ ക്രിസ്മസ്, ഓണം, ഈ സമയത്തൊന്നും അങ്ങോട്ടൊന്നും പോകാനേ പറ്റത്തില്ല. അമ്മാതിരി തിരക്ക് SM-ൽ. അപ്പോൾ ഞങ്ങൾ മുമ്പ് പോയതുപോലെയല്ല, കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ പണി എന്താണ് നടക്കുമായിരുന്നെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ നോക്കിയ സ്ഥലത്തു നിന്നൊക്കെ എല്ലാ സാധനങ്ങളെല്ലാം പല പല സ്ഥലത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നൈറ്റിയുടെ സെക്ഷനിലോട്ട് പോയപ്പോൾ എനിക്ക് കുറച്ച് നൈറ്റി, അങ്ങനെ വീട്ടിലിടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത ഓട്ടോ പിടിച്ചു. ഇനി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെൻഡ്സിലോട്ട്. അപ്പോൾ ട്രെൻഡ്സിൽ പോയി അവിടെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കി. അനിയത്തിയുടെ 7th മന്ത് പരിപാടി, അപ്പോൾ ആൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ 7th മന്തിന് ഇടാൻ പറ്റിയ ഡ്രസ്സ് ഞങ്ങൾ നോക്കി ഇറങ്ങിയത്. പക്ഷേ ഞങ്ങൾ പോയ സമയം വളരെ മോശമായിരുന്നു. അപ്പം അവിടെ പ്ലസ് സൈസൊക്കെ ലിമിറ്റഡ് ആയിരുന്നു. നമ്മൾ നോക്കിയെല്ലാം ഞങ്ങൾക്കൊക്കെ ഇച്ചിരി സൈസുള്ളത് കൊണ്ട് XXL വേണം. അപ്പോൾ XXL നോക്കിയിട്ട് അവിടെ ഇല്ല, മിക്ക സ്റ്റോക്കിൻ്റെ അതും XL വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓർത്തെന്നാൽ കുർത്തി അങ്ങനത്തെ ഒക്കെ മാറ്റിയിട്ട് നമുക്കെന്നാൽ ഡ്രസ്സ് നോക്കാമെന്നായിരുന്നു. ഡ്രസ്സ് നോക്കിയിട്ട് എല്ലാം ലാർജ് വരെ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇപ്പം കംഫർട്ടിന് ഇടാൻ പറ്റിയൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മോള് അവിടെ കിടന്ന് ഓട്ടമാണ്. എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, എവിടെ ചെന്നാലും ഈ ഓട്ടം തന്നെ. എന്തിനാ അവളി കിടന്ന് ഓടുന്നതെന്ന് എനിക്കറിയാൻ മേലെ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് നോക്കി. അങ്ങനെ അയിൻ ബേബിക്ക് ഒരു ടീഷർട്ട് ഇഷ്ടപ്പെട്ടു, അത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ച് ഞങ്ങൾ ബില്ലിങ്ങിൻ്റെ അവിടെ പോയപ്പോഴത്തേക്ക് അവർ പറയാണ്, അവർ ഇപ്പം അതിനകത്തുള്ള പുതിയ റേറ്റ് അതിനകത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല, അത്യാവശ്യം ഇല്ലെങ്കിൽ നാളെ വന്നൊന്ന് എടുക്കാവോ എന്ന്
ചോദിച്ചു. നമ്മൾ ഓക്കെ പറഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റുഡിയോയിലോട്ട് പോയി. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമല്ലോ. അങ്ങനെ സ്റ്റുഡിയോയിൽ പോയി അവിടെ കുറച്ച് ചെരുപ്പ്, കോസ്മെറ്റിക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് നോക്കാം എന്ന് കരുതി അവിടെയും പോയി. എന്തായാലും ഇറങ്ങിയതാണല്ലോ, അപ്പോൾ ഒന്ന് മൊത്തത്തിൽ അങ്ങ് എല്ലാ സ്ഥലത്തും ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതി അങ്ങനെ ചെരുപ്പിൻ്റെ ഏരിയയിലോട്ട് പോയി. അങ്ങനെ സൽമാക്ക് പറ്റിയൊരു ചെരുപ്പ് കിട്ടി, അത് ഞങ്ങൾ സെലക്ട് ചെയ്തു. പിന്നെ അയൻ ബേബി അവിടെ നിന്ന് ഓരോ സാധനങ്ങളായിട്ട് പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തു. അവിടുന്ന് ഇറങ്ങിയപ്പോൾ എന്താ നല്ല മഴ. ഞങ്ങളവിടെ നിൽക്കാൻ നേരത്ത് തന്നെ നല്ല മഴയായിരുന്നു. മുല്ലക്കച്ചെറുപ്പിൽ കണ്ട സ്റ്റോളൊക്കെ വന്ന് അടിപൊളിയാണ്. 1ാം ചെറുപ്പം തൊട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനി അതിനകത്ത് എൻ്റെ അടുത്ത വ്ളോഗിലൊക്കെ നമുക്ക് മുല്ലക്കച്ചെറുപ്പിൻ്റെ സാധനമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അങ്ങനെ പിന്നെ ഞങ്ങൾ കുബാബയിലെത്തി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലായിരുന്നു, ഫുഡ് കഴിച്ചില്ല. ഞങ്ങൾ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് കടയിലെത്തിയപ്പോഴത്തേക്ക് 5 മണിയൊക്കെ ആയി. അങ്ങനെ അവൾക്ക് ബീഫ് മന്തി ഭയങ്കര ഇഷ്ടമാണ് അനിയത്തിക്ക്. അങ്ങനെ തന്നെ അവിടെ പോയി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ഫുഡ് വരാനായിട്ട് വെയിറ്റിംഗ് ആണ്. പക്ഷേ അവിടെ ബീഫ് മന്തി തീർന്നു പോയി. പിന്നെ അവിടെയുള്ള പെരിയും ഫസ്ലൂഫയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഫസ്ലൂഫാൻ എല്ലാ വീട്ടിലും പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പെരി വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, അതെല്ലാം വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പെരി അത്യാവശ്യം നല്ല എരിവുണ്ട്, എന്നുവെച്ചാൽ ഭയങ്കര എരിവല്ല, എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അത് മന്തി റൈസായിട്ട് പെർഫെക്റ്റാണ്. പിന്നെ ഞങ്ങളൊരു ഷവർമയും ഒരു ബർഗറും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അവിടെയുള്ള ആൾ നിർത്തിപ്പൊരിച്ചുണ്ടാക്കിയ ഫ്രഞ്ച് ഫ്രൈസ്. അത് അയൻ ബേബി എവിടെ ചെന്നാൽ ആദ്യം വേണം ഫ്രഞ്ച് ഫ്രൈസ്. ഞാൻ പറഞ്ഞു വേറെ എന്തൊക്കെ എടുക്കാൻ താമസിച്ചാലും ആ സാധനം ഒന്ന് ആദ്യം എത്തിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുബാബയിലെല്ലാവരെയും നമുക്കറിയാം കേട്ടോ, എല്ലാം അവിടെ സ്ഥിരം പോയി അവിടുത്തെ മെയിൻ ആളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ഓട്ടോ പിടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുക കേട്ടോ. അപ്പോൾ ഞങ്ങളത് ബിസ്മിയിൽ പോയി എന്നാൽ കുറച്ച് എന്തായാലും ഇറങ്ങി. അപ്പോൾ ബിസ്മിയിലും കൂടി നിന്ന് പോയി കുറച്ച് സാധനങ്ങളൊക്കെ, കുറച്ച് അൽക്കുലത്തി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം. ബിസ്മിയൊക്കെ മാറി ഇപ്പോൾ ബിസി എന്നൊക്കെ ആയി, എല്ലാം പോയി കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ക്രിസ്മസിൻ്റെ ടെൻ്റൊക്കെ ഉണ്ടായിരുന്നു, കുറേ സാധനങ്ങൾ. അങ്ങനെ അയൻ ബേബി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സോപ്പ് പൊടി അങ്ങനത്തെ ഒക്കെ ഓഫർ കിട്ടുമല്ലോ അവിടെ, അത്യാവശ്യം നല്ല ഓഫർ അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ നോക്കാമല്ലോ, ക്രിസ്മസിന് തൊപ്പിയൊക്കെ വാങ്ങിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പക്ഷെ സംഭവമൊക്കെ കൊള്ളായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തലയിലൊക്കെ വെച്ച് നോക്കി. അത് ഞാൻ ആദ്യം ഓർത്ത് തൊപ്പിയായിരിക്കും, പക്ഷേ അനിയത്തിൻ്റെ തൊപ്പിയല്ല, മറ്റേ താഴെ കിട്ടുന്ന സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അയൻ ബേബി ഓരോ സാധനങ്ങളായിട്ട് പറക്കി എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്ന എന്തോ ഒരു സാധനമായിട്ട് അവൾ പുറകെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച്, അയൻ ബേബി നമുക്ക് ക്രിസ്മസ് ട്രീ ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ച് ആളെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഇനി അടുത്തതിൻ്റെ ഉമ്മയുടെ ഷോപ്പിംഗ്. ഉമ്മ അങ്ങനെ പോയി ഓരോ സാധനങ്ങളായിട്ട് നോക്കി നടക്കുകയാണ്. അങ്ങനെ കുറച്ച് അങ്ങനത്തെ പരിപാടിയും ഉമ്മയുടെ എക്സ്പ്ലോറിങ് അതിന് മൊത്തം. അല്ല, വിവലിന്റെ 140 രൂപ, നമ്മുടെ കയ്യിലേക്ക് 140 രൂപ. അങ്ങനെ ബില്ല് പേ ചെയ്യാനായിട്ട് പോയി. അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ നല്ല മഴ, നല്ല ചൂട് ചോളം. എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, ബട്ടറും മറ്റേ മുളക് പൊടി അങ്ങനെ ഓരോ ഫ്ലേവറിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി എനിക്ക് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു. അവിടെ നിന്നത് വെറുതെ ആയില്ല. അപ്പം എൻ്റെ അടുത്ത് വെച്ചു ഉപ്പൊക്കെ മതിയോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് സാമ്പിൾ കിട്ടിയായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അടുത്ത ഓട്ടോ. ഈ ഒരു ട്രിപ്പിൽ തന്നെ ഞങ്ങൾ മൊത്തം ഓട്ടോ, എത്ര ഓട്ടോ പിടിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല, അത്രയും. അങ്ങനെ ഞങ്ങൾ ഷർട്ടൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് വേറൊരു സ്ഥലത്ത് പോയി. ഹിപ്പ് ഹോപ്പ് എന്നാൽ ഇപ്പോൾ ഇതൊരു സർപ്ലസ് സ്റ്റോറാട്ടോ. അപ്പം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അനിയൻ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം ഞാനൊരു ഷർട്ട് നോക്കിയെടുത്ത് അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ നെറ്റ് പോലെ, പക്ഷേ സാധനം കൊള്ളാൻ കേട്ടോ, ചൂടുള്ള സമയത്തൊക്കെ ഇടാൻ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. രാവിലെ ഇറങ്ങിപ്പോയ ആൾക്കാരാണ്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. ഞങ്ങൾ മൊത്തത്തിൽ ടയേർഡായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വ്ളോഗ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് കണ്ടൻ്റായിട്ട് ഞാൻ വരാം.